മലപ്പുറം പുത്തനത്താണിക്ക് പൊൻതിളക്കം സമ്മാനിച്ച് തിരൂർ പവൻ ഗോൾഡിന്റെ രണ്ടാമത് ഷോറൂം പവൻ ഗോൾഡ് ലൈറ്റ് പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പുത്തനത്താണി തിരുനാവായ റോഡിലാണ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വലിയ ശേഖരവുമായി പവൻ ഗോൾഡ് ലൈറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. 8 ഗ്രാം മുതലുള്ള ആഭരണങ്ങൾക്ക് 1.99% പണിക്കൂലിയും ഏത് ജ്വല്ലറിയിൽ നിന്നെടുത്ത ഡയമണ്ട് ആഭരണങ്ങളും മാറ്റിയെടുക്കാനുള്ള സൗകര്യവും അഡ്വാൻസ് ബുക്കിംഗും സൗജന്യ കാതുകുത്തും പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ സർപ്രൈസ് ഗിഫ്റ്റുകൾ. ജനുവരി 31 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 3 പേർക്ക് 30,000, 20,000, 10,000 രൂപയുടെ ഫ്രീ പർച്ചേസ് വൗച്ചർ എന്നിവ സമ്മാനമായി നൽകുന്നു. ഉദ്ഘാടനാഘോഷങ്ങളിൽ പങ്കെടുത്തവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടയാൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകി. കുർക്കോളി മൊയ്തീൻ MLA, ആബിദ് ഹുസൈൻ തങ്ങൾ MLA, ദുബായ് റീജൻസി ഗ്രൂപ്പ് ചെയർമാൻ AP ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ, നിയുക്ത കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് AP സബാഹ്, KVVS പുത്തനത്താണി യൂണിറ്റ് സെക്രട്ടറി ഇല്യാസ് കടലായി, ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അടിയാട്ടിൽ ബഷീർ, ഡയറക്ടർമാരായ K മെഷർ അലി, AP നദീർ, CP റുമാസ് ബാബു, പാലൂർ ഗോപാലകൃഷ്ണ പണിക്കർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. പുതുതായി ഇന്ന് ആരംഭിച്ച പവൻ ഗോൾഡിന്റെ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല രീതിയിൽ ഉപഭോക്താക്കൾക്ക് സേവനം ചെയ്യാനും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ആഭരണം നൽകാനും എല്ലാം ഈ സ്ഥാപനത്തിലൂടെ സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ നേരുന്നു. പവൻ ഗോൾഡ് ഒരുപാടേറെ കാലമായി തിരൂരിൽ നല്ല പ്രശസ്തമായ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകളുടെ വിശ്വാസം നേടിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനം ഭംഗിയായി പോവുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പുതുതായി പുത്തനത്താണിയിൽ പുതിയൊരു ഷോറൂം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. പവൻ ഗോൾഡിന് ഒരു അനുജത്തി കൂടി പിറക്കുകയാണ്. അത് നമ്മുടെ പുത്തനത്താണിയുടെ വളർച്ചയിൽ ഈ സ്ഥാപനത്തിന് വലിയ പങ്കുവഹിക്കാനുണ്ട്. ജനങ്ങൾക്ക് ഈ വ്യാപാര രംഗത്ത് വരുന്ന ഉപഭോക്താക്കളായ ആളുകൾക്ക് ഏറെ സൗകര്യങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. പുതുതായി തുറന്ന ഈ സ്ഥാപനത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഒരു വ്യാപാരം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് പദ്ധതികൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളൊക്കെ ഈ കല്യാണങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ട് ആളുകൾക്ക് സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അവർക്ക് കുറച്ച് ക്രെഡിറ്റ് പീരീഡ് കിട്ടുകയും അല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെ ഉള്ള എല്ലാവിധ സഹായങ്ങളും പവൻ ഗോൾഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് സ്കീമുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് സ്വർണ്ണമാണ്. നമുക്കറിയാലോ, ഏകദേശം 1 ലക്ഷം രൂപയോളമാണ് ഇപ്പോൾ ഒന്ന് പവൻ്റെ വില എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ തരത്തിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് സ്കീം അടക്കം പവൻ ഗോൾഡിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളതാണ്. കൈനിറയ സമ്മാനങ്ങളുമായി ആവേശ പെരുമഴ പെയ്യിച്ച് ഉടൻ പണം ഫെയിം കല്ലുവും മാത്തുവും മുഖ്യ അതിഥികളായി. ഒപ്പം സഹജ മലപ്പുറം നയിച്ച സംഗീത വിരുന്നും ഉദ്ഘാടനാഘോഷത്തിന് നിറപ്പകട്ടേറ്റി. ആരാണ് മുഹമ്മദ് റബീഹ് ഉണ്ടോ? പെൺതടിക്കാണ് ചാൻസ്. ഒരു 3 മാസം കൂടുമ്പോൾ ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ അവർക്ക് തോന്നണേന്നും നമ്മളെ വിളിക്കാൻ അവർക്ക് ഭാഗ്യം ഉണ്ടാവണേന്നും. അങ്ങനെയാണെങ്കിൽ കുറേ ബ്രാഞ്ചുകൾ, കുറേയല്ല കുറേ നിങ്ങളുടെ കൂടെ നീട്ടാൻ തുടങ്ങിയത് എനിക്ക് പ്രതീക്ഷിച്ചില്ല. മലയാളം ടെലിവിഷൻ, മലപ്പുറം. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന്? എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ 10 വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ്. മാത്രമല്ല, പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത്. പവൻ ഗോൾഡ്, തിരൂർ.